നമ്മുടെ അതിഥി എന്ന ഈ പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി ഒരു വ്യത്യസ്തനായ വ്യക്തിത്വമാണ്. ഒരു മികച്ച അധ്യാപകൻ, അതിലുപരി ഒരു കറതീർന്ന ഗവേഷകൻ, അതിലും അപ്പുറം തൻ്റെ സമൂഹത്തോടും സഹജീവികളോടും സാമൂഹ്യ പ്രതിബദ്ധതയോടും ഇച്ഛാശക്തിയോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ സേവകൻ. ഈ നിലയിലെല്ലാം തൻ്റെ സ്വതസിദ്ധമായ വ്യക്തിമുദ്ര പതിപ്പിച്ച തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ബോട്ടണി വിഭാഗം അധ്യാപകൻ പ്രൊഫസർ ഡോക്ടർ സ്റ്റീഫൻ ചേരിയിലിനെ മാന്യ പ്രേക്ഷകരുടെ പേരിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ച് സാർ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കണം. BSc ബോട്ടണി 3ാം റാങ്കോടുകൂടി 1985 പാസ്സായി. അന്ന് MG യൂണിവേഴ്സിറ്റി ഇല്ലായിരുന്നു. അതിനുശേഷം കാര്യവട്ടത്ത് MSc ജനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിങ് ഫസ്റ്റ് റാങ്ക് ഗോൾഡ് മെഡൽ, പ്രൊഫസർ എബ്രഹാം ഗോൾഡ് മെഡലോടുകൂടി പാസ്സായി. അപ്പോൾ തന്നെ എനിക്ക് UGCയുടെ നാഷണൽ ലൈഫ് സയൻസ് 8ാം റാങ്കോടുകൂടി അതും കിട്ടാനിടയായി. അവിടെ തന്നെ MPhil ചെയ്തു, അവിടെ തന്നെ PhDയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് 93 തൊടുപുഴ ന്യൂമാൻ കോളേജിൽ കയറി ബോട്ടണി അധ്യാപകനായിട്ട്. 94 നിർമ്മല കോളേജിൽ ബോട്ടണി അധ്യാപകനായിട്ട് കയറി. 2001 വീണ്ടും തിരിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വന്നു. ഈ മെയ് മാസത്തിൽ റിട്ടയർ ചെയ്യാൻ പോകുന്നു. സാറ് വന്ന ഒരു കാലഘട്ടമുണ്ട്, കോളേജിലേക്കൊക്കെ സാറ് വന്ന കാലഘട്ടത്തിൽ ഒരു തലമുറയുണ്ട്. അത് പുസ്തകങ്ങൾ വായിക്കുകയും ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങാതെ വായന നടത്തി നോട്ടുകൾ തയ്യാറാക്കി വളരെയധികം രാവും പകലും കഷ്ടപ്പെട്ട് കുട്ടികൾക്ക് വേണ്ടി അകമഴിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു തലമുറയിൽ നിന്ന് പുതിയതായിട്ട് കോളേജിലേക്ക് കടന്നു വരുന്ന കാറിൽ വരുന്നു, ലാപ്ടോപ്പ് കയ്യിൽ വയ്ക്കുന്നു, ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇൻ്റർനെറ്റിൽ മാത്രം പരിധി നടക്കുന്ന പുതിയൊരു തലമുറ. ഈ രണ്ട് തലമുറയെ സാർ എങ്ങനെ കാണുന്നു? ഇവർ തമ്മിലുള്ള അന്തരം എന്താണ് സാറിന് തോന്നിയിരിക്കുന്നത്? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അധ്യാപകർ എന്തുമാത്രം മാറി എന്നുള്ളത് സത്യത്തിൽ വളരെ ലജ്ജാകരമായൊരു കാര്യമാണ്. ഞങ്ങളൊക്കെ കോളേജിൽ വരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സീനിയേഴ്സിനെയും നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല മുഴുവൻ അധ്യാപകരെയും നമ്മൾ വളരെയധികം ബഹുമാനത്തോടെ അവരുടെ അഭിപ്രായത്തെ കണ്ടു ഒക്കെ നമ്മളായിട്ട് രൂപപ്പെട്ടു. ഇന്ന് വരുന്ന അധ്യാപകർക്ക് അങ്ങനെയൊന്നുമില്ല. അത് വിദ്യാർത്ഥികളുടെ തലത്തിൽ നോക്കിയാൽ, അത് മറ്റൊരു തലത്തിൽ നോക്കിയാൽ അന്നത്തെ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരോട് ബഹുമാനം ഉണ്ടായിരുന്നു. അധ്യാപകർ വിദ്യാർത്ഥികളോട് വളരെ നല്ല കാര്യങ്ങൾ ഒത്തിരി പറഞ്ഞു കൊടുത്തിരുന്നു. ഇപ്പോൾ ഇന്നത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകരോടൊന്നില്ല മാത്രമല്ല, പഠിക്കണമെന്നോ ഇല്ല. ഇപ്പോൾ അവരെ ക്ലാസ്സിലിരുത്താൻ വേണ്ടിയിട്ടൊരു അറ്റൻഡൻസിന് മാർക്ക് വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് അഭിപ്രായമില്ലാത്തതാണ്. കാരണം പിള്ളേർ അറ്റൻഡൻസിന് വേണ്ടിയിട്ടല്ലായിരിക്കണം ക്ലാസ്സിൽ കയറേണ്ടിയിരുന്നത്. പക്ഷേ ഇന്ന് അറ്റൻഡൻസ് മേടിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ കയറുന്ന ഒരവസ്ഥയും ഉണ്ടെന്ന് വേണേ പറയാം. തന്നെയല്ല, സമൂഹത്തോടുള്ള കടപ്പാട് ഇന്നുള്ള കുട്ടികൾക്ക് വളരെ കുറവാണെന്ന് ഞാൻ തീർത്ത് പറയില്ല. കാരണം പ്രളയം വന്നപ്പോൾ നമ്മളെല്ലാം കണ്ടു. പ്രളയം വന്നപ്പോൾ നമ്മുടെ കുട്ടികളുടെ സ്നേഹം നമ്മൾ കണ്ടു. ആൺകുട്ടികളും പെൺകുട്ടികളും വളരെ ഉത്സാഹിച്ച് ആ കാര്യത്തിൽ എല്ലാം ചെയ്യാൻ പോയി. കോളേജിൽ അധ്യാപകനായി കയറുന്നു. പെട്ടെന്ന് ഒരു വർഷത്തെ അവധിയെടുത്ത് MPhil ചെയ്യുന്നു, ശമ്പളത്തോടു കൂടിയാണ്. അത് കഴിഞ്ഞ് 3 വർഷം PhD ചെയ്യുന്നു. അങ്ങനെ 4-5 വർഷം കോളേജിൽ നിന്ന് പിന്നെ ഒരു എക്സ്റ്റൻഷൻ കൂടി വാങ്ങിച്ചു. 4-5 വർഷമൊക്കെ കോളേജിൽ നിന്ന് മാറി നിന്നിട്ട് അവരൊരു PhDയുമായിട്ട് നമ്മൾ കോളേജിലേക്ക് കടന്നു വരുന്ന അധ്യാപകരുണ്ട്. ഈ അധ്യാപകരിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് എന്ത് ലഭിക്കുന്നുണ്ട് മെച്ചപ്പെട്ടത്? രണ്ടാമതൊരു ചോദ്യം കൂടി അതിനോട് അനുബന്ധപ്പെട്ട് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഒരു 99% അവരെടുത്ത PhDയുടെ ആ പേപ്പറുകൾ പുറത്ത് വായനയ്ക്ക് ഒരു കോപ്പിയെങ്കിലും നമ്മുടെ അടിച്ച് ഇറക്കാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല. എന്താണ് നമ്മുടെ അധ്യാപകർക്ക് ഇതിനകത്തുള്ള വിമുഖത എന്നുള്ള സാറിന് ഒന്ന് വിശദീകരിക്കുക. ഗവേഷണം എന്നത് എന്തിനാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് പറഞ്ഞു തരുന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എന്നെ പഠിപ്പിച്ച മോളിക്കുലർ ജെനറ്റിക്സ് പഠിപ്പിച്ച നമ്പൂതിരി സാറ് വാട്സൻ്റെ DNA മോഡൽ വാട്സൻ്റെ സ്റ്റുഡൻ്റായിരുന്നു.
പിന്നെ പോപ്പുലേഷൻ ജനറ്റിക്സ് പഠിപ്പിച്ച സാറ് അമേരിക്കയിൽ വലിയ WS പൊളിറ്റ്സറിൻ്റെ കീഴിലാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും അങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിചാരം പ്രൊമോഷൻ മേടിക്കുക, ജോലി മേടിക്കുക, അതല്ല യഥാർത്ഥത്തിൽ റിസർച്ച് എന്ന് പറയുന്നത്. ഗവേഷണം നടത്തി പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി അത് സമൂഹത്തിന് പ്രയോജനപ്പെടണം. അതിൻ്റെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ശാസ്ത്രീയമായി അപഗ്രഥിച്ച് മുമ്പോട്ട് പോകണം. നമ്മുടെ കുടുംബത്തിൻ്റേത് പോകണം, നമ്മുടെ നാടിൻ്റേത് പോകണം. ഇന്ന് ഇത് പോയിട്ടൊരു വെറും പബ്ലിക്കേഷൻ പോലും ഇല്ലാത്ത, ഒരു അബ്സ്ട്രാക്റ്റ് പോലും ഇല്ലാതെ PhD എടുത്തവരെ എനിക്കറിയാം. ഇന്നിപ്പോൾ 2 വേണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അതിന് മുമ്പ് അതിനുവേണ്ടി തട്ടിക്കൂട്ടുന്നവരുണ്ട്. അതിന് മുമ്പ് ഒരു അബ്സ്ട്രാക്റ്റ് പോലും പബ്ലിഷ് ചെയ്യാതെ PhD തട്ടിക്കൂട്ടിയവരെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു കാലത്ത് PhD പോരാ, MPhil പോരാ, UGC നെറ്റ് തന്നെ വേണമെന്ന് വന്നത്. അതൊരു നല്ലൊരു മാറ്റത്തിന് കാരണമായിരുന്നു. പക്ഷേ എങ്കിലും ഇത് പറഞ്ഞ കൂട്ടത്തിൽ പറയട്ടെ, ഞങ്ങളുടെ ഒരു മുൻ മാനേജർ പറഞ്ഞു, +2ൻ്റെ പിരിവ് ചോദിച്ചപ്പം കുറച്ച് പേരൊരു മടുപ്പ് പറഞ്ഞു. അപ്പോൾ പുള്ളി മൈക്ക് പിടിച്ച് പറിച്ച് വെച്ചിട്ട് 200 പേരിരിപ്പുണ്ട്, അധ്യാപകരാണ് കോളേജിൽ. PSC പോലെയാണ് നിങ്ങളുടെ ശമ്പളം, PSC പോലെയാണ് നിങ്ങളുടെ പെൻഷൻ, PSC പോലെയാണ് എല്ലാം. PSC പോലെ നിയമനം നടത്തിയിരുന്നെങ്കിൽ ഒരെണ്ണം ഇവിടെ കാണുമായിരുന്നോ? അതിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? ഞങ്ങൾ ഒരെണ്ണത്തിനെ പോലും ക്വാളിഫൈഡ് ആയതിനെ നിയമിച്ചിട്ടില്ല. ശരിയാണോ? ഈ കുട്ടികൾ നാട്ടിലെ കുട്ടികളാണ്. അവർക്കൊരു യോഗ്യതയില്ലാത്തവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ സർക്കാരിൻ്റെ ശമ്പളം മേടിച്ചു വിടാൻ ആർക്കത് ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? നിങ്ങളുടെ ചാനൽ ഇതൊക്കെ ഇടണം. ശരിയല്ലേ? ഇത് നിർത്തണം. PSC വഴി നിയമനം നടത്തണം. താങ്ക് യു. ഗവേഷണത്തിന് ഒരു കൾച്ചർ അത് നമ്മുടെ ക്യാമ്പസുകളിൽ വളരെ കുറഞ്ഞു നിൽക്കുകയാണ്. എന്താണ് അതിൻ്റെ ഒരു കാരണം എന്ന് സാറിന് തോന്നുന്നത്? ഗവേഷണം എന്നത് ഡിഗ്രി തട്ടിക്കൂട്ടുക, പ്രൊമോഷൻ മേടിക്കുക, അല്ലാതെ ഗവേഷണത്തിന് വേണ്ടി ഗവേഷണമൊന്നും നടക്കുന്നില്ല. ഒരു ഗവേഷണത്തിൻ്റെ ഫലമെങ്കിലും കോളേജിൽ ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെട്ടതോ പേറ്റൻറ്റ് മേടിച്ചതോ പറയാമോ? ഇല്ല. കേരളത്തിലെ ഗവേഷണം എന്ന് പറയുന്നത് വെറും പ്രൊമോഷൻ മേടിക്കുക, ശമ്പളം കൂടുതൽ മേടിക്കുക, 4 ഇൻക്രിമെൻറ്റ് മേടിക്കുക. കോളേജിൽ ഇപ്പോൾ 4 ഇൻക്രിമെൻറ്റാണ്. ഇൻക്രിമെൻറ്റ് മേടിക്കുക അതല്ല ഗവേഷണം എന്ന് പറയുന്നത്. ഓരോ സബ്ജക്റ്റിലും അതിൻ്റെ വളർച്ചയ്ക്കും ആ നാടിൻ്റെ വളർച്ചയ്ക്കൊക്കെ പ്രയോജനപ്പെടേണ്ടതാണ്. സാറ് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം, ആഡംബരത്തിന് സാർ വളരെ വിമുഖത കാണിക്കുന്നതാണ്. സാർ ഈ വിവാഹം കഴിച്ച ശേഷം വിവാഹത്തിൻ്റെ ആഡംബരങ്ങളും സദ്യ പോലും ഇല്ലാതെ സാറ് ആ പൈസ എടുത്തൊരു വീട് വെച്ച് തന്നു. ആ കാലഘട്ടത്തിൽ ഒരു കോളേജ് അധ്യാപകൻ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് ഇന്നത്തെ കാലത്ത് ഒരു കോളേജ് അധ്യാപകൻ ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല. അവർ ചിന്തിക്കത്തുമില്ല. സാറിനെ അങ്ങനെ പ്രേരിപ്പിച്ച അതിൻ്റെ കാരണം എന്താണ്? അതൊരു പാരമ്പര്യമാണ്. 1200ഓളം വർഷമായിട്ടുള്ള ഒരു കുടുംബ പാരമ്പര്യമുണ്ട്. എൻ്റെ അപ്പനും പൂർവികരും അമ്മയുടെ വഴിക്കും എല്ലാം കാണിച്ചു തന്ന ഒരു പാരമ്പര്യമുണ്ട്. ഞാനൊരു കുടുംബത്തിൻ്റെ പേര് മാത്രം പറയുന്നതിൽ നിങ്ങൾ ആരും വിഷമിക്കില്ല, അവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം അവർക്കും, അതായത് 1914 എൻ്റെ അപ്പനോട് അന്നത്തെ മാക്കിൽ പിതാവ് പറഞ്ഞു, ഉദയംപേരൂർ ഒരു കുടുംബം വിഷമിച്ച് കഴിയുന്നുണ്ട്. ഇവിടെ സഹായിക്കാൻ ചെന്ന് നോക്കിയപ്പോൾ സഹായിച്ചിട്ട് കാര്യമില്ല. കൂട്ടിക്കൊണ്ട് വന്നു, 2 ഏക്കർ സ്ഥലവും മേടിച്ചു കൊടുത്ത്, സ്ഥലം കൊടുത്തു, ഒരു ചക്ക് ഇട്ട് കൊടുത്തു. ചക്ക് കാളെ കൊടുത്തില്ല, കാരണം ജോലി ചെയ്ത് ജീവിക്കണം. അത് പൂർവികരെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ അവർ ഇന്നിങ്ങനെയായി. പിന്നെ കണ്ടോത്ത് സാറ് എൻ്റെ പിതാമഹൻ തന്നെയാണ്. അദ്ദേഹം 1943 മെയ് മാസത്തിൽ 72 കുടുംബങ്ങളെ കാസർഗോഡും 72 കുടുംബങ്ങളെ ഫെബ്രുവരി മെയ് മാസങ്ങളിലായിട്ട് കാസർഗോഡും കണ്ണൂരും കൊണ്ടുപോയാക്കി. അവർക്ക് വീടൊക്കെ വെച്ച് കൊടുത്തു, അവർക്ക് കൃഷിസ്ഥലം കൊടുത്തു. അപ്പോൾ അങ്ങനെ ഉള്ള ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഉള്ള ഞാൻ വിവാഹത്തിന് ഒന്നുകൂടെ ഉണ്ട് കേട്ടോ. ഇത് ഒരു 8,000-ഓളം ആദിവാസി കുടുംബങ്ങളിൽ പോയി, കേരളം അങ്ങോളം ഇങ്ങോളം പോയി അവരുടെ ജീവിതം കണ്ട് PhD എടുത്ത ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അങ്ങനെ ഒരു ശക്തമായൊരു തീരുമാനം എടുത്തു. പെണ്ണ് കാണാൻ പോകുമ്പോഴൊക്കെ ഞാൻ പറയും, സദ്യ പാടില്ല, വീട് വെച്ച് കൊടുക്കണം. അപ്പോൾ പലരും പറയും ഞങ്ങൾ ചെയ്തോളാം. ഞാൻ പറഞ്ഞു അതും പറ്റില്ല, അത് പാടില്ല, അത് വേണ്ട. അങ്ങനെ ഒരു വീട് വെച്ച് കൊടുത്തു. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ് പറഞ്ഞു, 2 മിഠായി ഒരു ചായം കുടിക്കാൻ ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്ന് ചിങ്ങവരം വരെ വരുന്നില്ല. എൻ്റെ അപ്പനെ തന്നെ ഞാൻ ഒരുപാട് പേരുടെ സദ്യയ്ക്ക് പോകുന്നതാണ്, എൻ്റെ മകൻ അതും കോളേജ് പ്രൊഫസറുടെ വിളിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പുള്ളി പോലും വന്നില്ല. സത്യത്തിൽ എനിക്ക് വിഷമം തോന്നിയില്ല. ഭാര്യയുടെ അപ്പൻ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ പറഞ്ഞു, നീ ചെയ്തതാണ് ശരി, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം.
അതാണ് എൻ്റെ കുടുംബത്തിലെ ഒരു പാരമ്പര്യം. എന്നിട്ട് എൻ്റെ അപ്പൻ അത്രയും പിന്നെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടുണ്ടായിരുന്നു. അതായത് അതിനുശേഷം ഒത്തിരി വീട് വെച്ച് കൊടുക്കാൻ പറ്റി. ഞാൻ തന്നെ സ്ഥലം കൊടുത്ത് പലർക്കും വീട് വെച്ചിട്ടുണ്ട്. അത് എൻ്റെ പൂർവികരായിട്ട് ഇങ്ങനെ ഒരുപാട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1200 വർഷമായിട്ട് എൻ്റെ നാട്ടിൽ വീടില്ലാത്തവർ ആരും കിടന്നിട്ടില്ല, നനഞ്ഞ് കിടന്നിട്ടില്ല. പഞ്ഞകാലത്ത് ഓരോ വീട്ടിൽ ചെന്നിട്ട് അവർക്ക് ഭക്ഷണമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ ചെന്നിട്ട് അവരുടെ വീട്ടിൽ നിന്ന് ചാക്കും കൊട്ടയായി നെല്ലും കപ്പയൊക്കെ തേങ്ങയൊക്കെ കൊടുത്ത എൻ്റെ അപ്പനെ ഞാൻ ഓർക്കുന്നു, എൻ്റെ വല്യപ്പനെ ഓർക്കുന്നു. ആരും മുമ്പോട്ട് എല്ലാം അങ്ങനെയാണ്. എനിക്കങ്ങ് മാറാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ലോകം മുഴുവനും ഒരു നേരമെങ്കിലും ഭക്ഷണം, ഒരു കുഞ്ഞു വീടെങ്കിലും, അത്യാവശ്യം വസ്ത്രവും ആകുന്നൊരു കാലമാണ് എൻ്റെ സ്വപ്നം. സാറ് CMRAയുടെ ഡയറക്ടറാണ്. CMRAയുടെ പ്രവർത്തനങ്ങളിൽ ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. CMRAയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? CMRA എന്നത് 20ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ 18 പേര് കൂടി വിവിധ സബ്ജക്റ്റിൽ ഗവേഷണം നടത്തുന്ന 18 പേര് കൂടി രജിസ്റ്റർ ചെയ്ത ഒരു NGO ആണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നാഷണൽ സെമിനാറുകൾ നടത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും 2 ഇൻ്റർനാഷണൽ ജേണൽ, ഇന്ത്യൻ ജേണൽ ഓഫ് ബൊട്ടാണിക്കൽ റിസർച്ച് ആൻഡ് ഇന്ത്യൻ ജേണൽ ഓഫ് മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച്. ഇത് 2 ന്യൂമാൻ കോളേജിൻ്റെ ആദ്യത്തെ A ഗ്രേഡിൻ്റെ മുഖ്യ കാരണം അതായിരുന്നു. ഈ 2 A ഗ്രേഡും ആദ്യത്തെ A ഗ്രേഡ്, രണ്ടാമത്തെ A ഗ്രേഡ്, മൂന്നാമത്തെ A ഗ്രേഡും മേടിച്ചു. അതിനുശേഷം ഈ ജേണൽ ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ ചീഫ് എഡിറ്റർ ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ഡോക്ടർ CI നൈനാൻ ഏറ്റവും കൂടുതൽ ക്രോമസോം നമ്പർ റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ ജേണൽ ഓഫ് മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച്, രണ്ടും ISSൻ്റെ ഉള്ളത് ജേണലാണ്. മറ്റേ അടുത്ത ജേണലിൻ്റെ ചീഫ് എഡിറ്റർ ഡോക്ടർ PK നായർ, ഫാദർ ഓഫ് ഇന്ത്യൻ പാലിനോളജി. പിന്നെ അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വലിയ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 ജേണലായിരുന്നു ഇത്. പക്ഷേ 2010 നിർഭാഗ്യവശാൽ അത് നിന്നുപോയി. പക്ഷേ മെയ് മാസത്തിൽ, ഈ അടുത്ത മാർച്ച് മാസത്തിൽ, 2021 മാർച്ച് മാസത്തിൽ അതിൻ്റെ 2ൻ്റെയും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. 2ഉം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം, 2ഉം സിങ്കോണ സ്പെഷ്യലായിരിക്കും. ഇന്ത്യൻ ജേണൽ ഓഫ് ബൊട്ടാണിക്കൽ റിസർച്ച് സിങ്കോണയുടെ ബൊട്ടാണിക്കൽ സൈഡ് മാത്രം ഡിസ്കസ് ചെയ്യുന്നൊരു ജേണലായിരിക്കും, സ്പെഷ്യൽ ഇഷ്യൂ ആയിരിക്കും. ഇന്ത്യൻ ജേണൽ ഓഫ് മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച് അതിൻ്റെ എക്കണോമിക്, കൊമേഴ്ഷ്യൽ, അതിൻ്റെ മറ്റ് എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഇഷ്യൂ ആയിരിക്കും. അത് നല്ല റെഫറൻസ് ബുക്കുമായിട്ട് ഈ 2 ജേണലും വീണ്ടും തുടങ്ങാൻ പോവുകയാണ്. സാർ വലിയൊരു പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് 1 വർഷം കൊണ്ട് കേരളത്തിൽ പട്ടിണി ഇല്ലാതാക്കുക, 2 വർഷം കൊണ്ട് ഇന്ത്യയിൽ പട്ടിണി ഇല്ലാതാക്കുക, 3 വർഷം കൊണ്ട് ലോകത്ത് പട്ടിണി ഇല്ലാതാക്കുക. ഒരു ലോ ഓഫ് 10%. അതെന്താണ് അതിൻ്റെ ആ മാജിക് ഒന്ന് വിശദീകരിക്കാം? ഇത് ഞാൻ കഴിഞ്ഞ വർഷം മലേഷ്യയിൽ പ്രസൻറ്റ് ചെയ്ത പേപ്പറിൻ്റെ ഒരു ഇച്ചിരി പുസ്തക രൂപമാണ്. അതായത് നമ്മുടെ ഇത് ഗവേഷണം എന്നത് PG ഒക്കെ കഴിഞ്ഞവർക്കുള്ളതാണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും യഥാർത്ഥത്തിൽ റിസർച്ച് എന്ന് പറയുന്നത് സാധാരണക്കാർക്കും ചെയ്യാം. ഒരു തൊമ്മൻ കപ്പയുണ്ട്, നല്ല ആമ്പക്കാടൻ കപ്പ. അത് വൈക്കത്തൊരു വീട്ടിലൊരു മതിലേൽ നിന്നൊരു കപ്പയ്ക്ക് ഒരു അപ്പാപ്പൻ തൊമ്മൻ ഇച്ചിരി ഇതിട്ട് കൊടുത്തു, എന്നിട്ട് ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്തു. അത് ആമ്പക്കാടൻ കപ്പയാണ്. അത്രയും വലിയൊരു കപ്പ ലോകത്തിലില്ലെന്ന്. അതൊരു വിദ്യാഭ്യാസമുള്ള ഒരാളുടെ ഗവേഷണ ഫലമാണ്. മെൻ്റലിന് ഗവേഷണ ബിരുദമൊന്നുമില്ലായിരുന്നു. ആ മെൻ്റലിൻ്റെ കണ്ടുപിടുത്തം 1856. അപ്പോൾ ആ കാലഘട്ടത്തിൽ 1866 അങ്ങനെ റിസൾട്ടൊക്കെ വന്നു. പക്ഷേ അതിനെ ബേസ് ചെയ്തിരുന്ന എത്രയോ ബ്രാഞ്ചസാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഞാൻ വളരെ ലളിതമായ ഒരു ഗവേഷണത്തിന് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ഒരു നേരം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു ശക്കലം, ഒരു 10 രൂപ മാറ്റിവെച്ച്, അത് എല്ലാവരും ഒന്ന് മാറ്റിവെച്ച് അതൊരു 3 ദിവസത്തെ ഒരു കണക്കെടുത്തേ. അപ്പോൾ ഒരു മാസം ഒരു വീട്ടിൽ നിന്ന് മിനിമം 5 കിലോ അരിയെങ്കിലും മിച്ചം വയ്ക്കാൻ പറ്റും. ആ നാട്ടിലെ ആരെങ്കിലും, ഇപ്പം നമുക്ക് എല്ലാ സൗകര്യമുണ്ട്. കേരളത്തെ സംബന്ധിച്ചും നമ്മൾ ഹങ്കർ ഫ്രീ എന്ന വാക്കിനൊരു അപാകതയുണ്ട് കേട്ടോ. ഹങ്കർ എല്ലാവർക്കും വേണം, പട്ടിണി ഇല്ലാത്ത ലോകം എന്നാണ് ഇച്ചിരി നല്ലത്. പക്ഷേ അങ്ങനെ ലോകം മുഴുവൻ പ്രയോഗിക്കുന്നതുകൊണ്ട് ഹങ്കർ ഫ്രീ എന്ന് പറയുന്നതിന് തെറ്റില്ല. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു 5 കിലോ വെച്ച് ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റിയാൽ ഒരു വിദ്യാർത്ഥികളെ കൊടുത്തു വിട്ടാൽ അത് വിദ്യാർത്ഥികളെ തന്നെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചിരുന്നുണ്ടോ. അതായത് വിദ്യാർത്ഥികളുടെ മനസ്സ്, അവരുടെ അടുത്ത് എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇവർ അതുകൊണ്ട് കൊടുക്കുക. അത് വേണമെങ്കിൽ പാചകം ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ഒക്കെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ 5
കിലോ അരിയുടെ പ്രത്യേകത ഈ 5 കിലോയുടെ കൂട്ടത്തിൽ 5 കിലോ സ്നേഹവും കൂടെ ഉണ്ട്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയുടെക്കകത്ത് സ്നേഹമില്ല, കടയിൽ നിന്ന് മേടിക്കുന്ന സാധനത്തിനകത്ത് സ്നേഹമില്ല. ഇതൊരു വീട്ടിൽ നിന്ന് മനസ്സുകൊണ്ട് മിച്ചം കൊടുക്കുന്നതാണ്. ഇതാണ് ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് പഠിച്ചത്. ഈ ആരെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ, കഴിക്കാത്തവർ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്കുള്ളതായിരിക്കും ചിലപ്പോൾ അവസാനത്തെ അതം കൊടുക്കും, എന്നിട്ട് കഴിക്കാതിരിക്കും. അതാണ് സ്നേഹം. നമുക്കുള്ളതിൻ്റെ മിച്ചം മുറ്റത്ത് കുഴി കുത്തി വാഴയിലിട്ട് കൊടുക്കുന്ന വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചോറ് പണിക്കാർക്ക് കൊടുക്കാൻ നേരത്ത്, ഭക്ഷണം കൊടുക്കാൻ നേരത്ത് മുറ്റത്ത് പോയി മണൽ വാരി കഞ്ഞത്തിട്ട് പിള്ളേരെ കൊണ്ട് ഇടിയിപ്പിക്കുന്ന കാരണം വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നുമല്ല. എൻ്റെ അപ്പനും എന്നെ പഠിപ്പിച്ചത് അന്നത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരെ ദൈവത്തെ പോലെ കാണണം. സാർ ഇപ്പോൾ മുന്നോട്ട് വെച്ച ഈ ആശയങ്ങളെ ഈ സമൂഹത്തിലേക്ക് പെട്ടെന്ന് ഒന്ന് ബോധവൽക്കരിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു മനസ്സിൽ എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ? ഞാൻ വിചാരിക്കുന്നത് ഈ പുസ്തകം ഈ ഇലക്ഷൻ്റെ തിരക്ക് കാരണം എനിക്ക് പ്രസ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഇപ്പോൾ രൂപപ്പെട്ട് വരുമ്പോൾ ഏതെങ്കിലും ഏതാനും പഞ്ചായത്തുകളിൽ ഇത് എല്ലാ മെമ്പർമാർക്കും ഒന്ന് കൊടുത്തിട്ട് അവിടുത്തെ ഒന്ന് ശ്രമിച്ചു നോക്കി ആ പഞ്ചായത്തിനെ ഹങ്കർ ഫ്രീ പഞ്ചായത്തായിട്ട് 2-3 മാസം കൊണ്ട് പ്രഖ്യാപിക്കാൻ പറ്റുമോ? ഇപ്പോൾ പി ജെ ജോസഫ് സാറൊക്കെ സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് സ്വയമേ പലയിടത്തുനിന്നും താല്പര്യപ്പെട്ട് വരും. ഒരു വർഷം കൊണ്ടെന്ന് നമ്മൾ പറഞ്ഞെങ്കിലും നമുക്കൊരു 3 മാസം മതിയാവും. കാരണം കേരളത്തിൽ അത്രയും നമ്മൾ മുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചും കുറച്ചുകൂടി ആ ഒരു മോഡൽ കേരളത്തിന് പുറത്തേക്ക് എത്തിക്കാൻ പറ്റും. കുറച്ച് സാധനങ്ങളും ചിലപ്പോൾ എത്തിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ലോകത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഇന്ന് ഞാനൊരു പ്ലാൻ ബ്രീഡിംഗ് ഫസ്റ്റ് റാങ്കുകാരനും കൂടിയാണ്. പ്ലാൻ ബ്രീഡിങ്ങിൽ റിസർച്ച് എക്സ്പീരിയൻസും ഉണ്ട് എനിക്ക്. പോളിപ്ലോയിഡ് ബ്രീഡിങ്ങിലൊക്കെ എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇന്ന് സംഭവിക്കുന്നത് പല രാജ്യങ്ങളും ആവശ്യത്തിലധികം പ്രൊഡ്യൂസ് ചെയ്തിട്ട് വനത്തിൽ കൊണ്ട് കുഴിച്ച് കളയാണ് അടുത്ത വർഷത്തെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കടലിൽ കൊണ്ട് താത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് ഉപയോഗിക്കരുതോ? അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ രീതിയിലേക്ക് നമുക്ക് മാനസികമായ അല്ലെങ്കിൽ നമ്മളൊരു കുറച്ച് ഇങ്ങനെ ഒരു ചിന്താഗതി വരുമ്പോൾ അത് ആ ലെവലിലേക്ക് നമുക്ക് സാധിക്കും. ഇപ്പോൾ നമ്മൾ സദ്യയൊക്കെ കഴിയുമ്പോൾ എന്തോരമാണ് കൊണ്ട് കുഴിച്ചിടുന്നത് അല്ലേ? ഒരുപാട് ഭക്ഷണം പല സദ്യയും കഴിയുമ്പോൾ കൊണ്ട് കുഴിച്ചിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭക്ഷണം എന്നത് സാധ്യമായൊരു കാര്യം തന്നെയാണ്. സാറ് ഇപ്പം വാർത്താ മാധ്യമങ്ങളിൽ ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് സാറ് കൊറോണയ്ക്കുള്ള മരുന്നിൻ്റെ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറിപ്പം ഇങ്ങനെ പറയുന്നത് തന്നെ ഉണ്ട്, എന്തുവാ കൊയ്ന കൊറോണയ്ക്ക് ഏറ്റവും നല്ല ഔഷധ ചെടിയാണ്. എങ്ങനെയാണ് സാർ ഇതിൻ്റെ കണ്ടെത്തലിലേക്ക് വന്നത്? ഈ കൊയ്നെക്കുറിച്ചും സാറിൻ്റെ കണ്ടെത്തലിനെക്കുറിച്ചും ഒന്ന് വിശദീകരിച്ചിട്ട്. ഒരു 25,000-30,000 വർഷങ്ങൾക്ക് മുമ്പ് തെക്കേ അമേരിക്കയിൽ അത് ചെടി അതിനേക്കാൾ മുമ്പ് ജനിച്ചു. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഔഷധ ഗുണം കണ്ടുപിടിച്ചു. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആദിവാസി വിഭാഗങ്ങൾ പനി പിടിച്ചവർ ഒരു കുളത്തിൽ കുളിച്ചു, പുറത്തും കുളിച്ചു. അപ്പോൾ കുളത്തിൽ കുളിച്ചവരുടെ പനി പെട്ടെന്ന് മാറി. അപ്പോൾ അതിലൊരാൾ നോക്കിയപ്പോൾ അതിനകത്ത് കൊയ്ന വെട്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ കൊയ്നയുടെ കമ്പുകൾ എടുക്കും. അപ്പോൾ അങ്ങേര് പറഞ്ഞ് കൊയ്ന പനി മാറ്റും. അപ്പോൾ അന്ന് തുടങ്ങി പിന്നെ ഒരു വലിയൊരു ഇതായിരുന്നു. കാരണം പിന്നീട് സ്പെയിൻ്റെ രാജ്ഞിയുടെ പേരായിരുന്നു സിങ്കോൺ. സിങ്കോണിൻ്റെ ജീവൻ രക്ഷിച്ചു. അപ്പോൾ അതുകൊണ്ട് അതിന് സിങ്കോണ എന്ന് ലിനേസ് പേരിട്ടു. ജെസ്യൂട്ട്സ് ഇത് ഒത്തിരി ഉപയോഗിച്ചുകൊണ്ട് ജെസ്യൂട്ട്സ് ബാർക്ക് അങ്ങനെ ഒരു പേരൂടെ ഉണ്ട്. ഇതിനകത്ത് ക്വിനിൻ പറഞ്ഞ ഒരുപാട് ക്വിനോക്ലിൻ, അപ്പോൾ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഇതിൻ്റെ ഇതാണ്. പക്ഷേ നമുക്കിപ്പോൾ കിട്ടുന്ന ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് ഒത്തിരി കണ്ടൻസ്. ഒന്ന് മലേറിയനെ പിടിച്ചു കിട്ടി, 400 കോടിയോളം ജനങ്ങളെ ജീവൻ രക്ഷിച്ചു എന്നുള്ളതാണ്. 1-ാം ലോകത്തിലും 2-ാം ലോകത്തിലും മരിച്ചവരെക്കാൾ ആൾക്കാരെ രക്ഷിച്ച ഒരേ ഒരു മരം സിങ്കോണ മാത്രമാണ്. അപ്പോൾ സിങ്കോണയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റി ഉള്ള ഒരുപാട് വിവരങ്ങൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതിനോട്ട് ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് എനിക്കും കിട്ടിയിട്ടുണ്ട്. ഇംഗ്ലീഷ് അലോപ്പതി മരുന്ന്, ആയുർവേദ മരുന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഹോമിയോപ്പതിയുടെ ഹനുമാൻ ആദ്യം ഉപയോഗിച്ചതും ഇത് തന്നെയാണ്. അപ്പോൾ അലോപ്പതിയിലെ മരുന്ന്, ആയുർവേദത്തിലെ മരുന്ന്, ഹോമിയോയിലെ മരുന്ന്. പക്ഷേ നമ്മുടെ പ്രൊഫസർ വിജയ ജോസഫ് കണ്ടോത്ത് ഞാൻ പറഞ്ഞത്, കണ്ടോത്ത് സാറ് 1 വയസ്സുള്ളപ്പം 1895 അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചത് കൊയ്നയായിരുന്നു. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ മലബാറിലേക്കുള്ള കുടിയേറ്റങ്ങൾ നടത്തിയത്. അപ്പോൾ മംഗലാപുരത്ത് നിന്ന് ഗുളിക രൂപത്തിൽ, അത് 200 mg മുതൽ 600 mg വരെ അവൈലബിൾ ആയിരുന്നു.
ഇങ്ങനെ ഗുളിക രൂപത്തിൽ 1.5 ആഴ്ചകൾ കാസർഗോഡും കണ്ണൂരും കൊണ്ടുവന്ന് കൊടുത്ത് 10,000-കണക്കിന് ആളുകളുടെ ജീവൻ അദ്ദേഹം രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ കിടന്നതുകൊണ്ട് ഇപ്പോൾ കൊറോണ വന്നപ്പോൾ അലോപ്പതിക്കാർക്ക് എന്താ കൊടുക്കുന്നത്? ചൂടുണ്ടോ? പാരസെറ്റമോൾ, വേറെ ഒന്നുമില്ല. നേരെ മറിച്ച് ഇതിൻ്റെ മരണത്തിൻ്റെ പ്രധാന കാരണം പനി, ചുമ, ശ്വാസകോശ രോഗങ്ങൾ, അവസാനം ന്യൂമോണിയ ഡെവലപ്പ് ചെയ്തിട്ട്. അപ്പോൾ ഇത് വൈറസ് പ്ലസ് ബാക്ടീരിയ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ വൈറസിനും ബാക്ടീരിയയ്ക്കും, അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾക്ക് എല്ലാത്തിനും പറ്റിയ ഒറ്റമൂലിയാണ് കൊയ്ന. എൻ്റെ ആ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ പോസിബിലിറ്റി ഓഫ് സിങ്കോണ ടു കൺട്രോൾ കോവിഡ്, അപ്പോൾ അങ്ങനെ പറഞ്ഞൊരു ഇൻ്റർനാഷണൽ വെബിനാർ വരെ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അവിടെ 700-ലധികം പാർട്ടിസിപ്പൻസ് പങ്കെടുത്തു. അപ്പോൾ ഇതിൻ്റെ ക്രോമസോം സ്റ്റഡി, ടാക്സോണമിക് സ്റ്റഡി, ഫൈറ്റോകെമിസ്ട്രി സ്റ്റഡി എല്ലാം വലിയ വലിയ സ്ഥലത്തു നിന്നാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ 10 ഏക്കർ കൃഷി ചെയ്തിരുന്നു. പീരുമേട് 1,00,000 ഏക്കറോളം ശ്രീലങ്കയിൽ കൃഷി ചെയ്തിരുന്നു, 1,00,000 ഏക്കറോളം ഊട്ടി കൃഷി ചെയ്തിരുന്നു. IFGTP, TBGR എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും ഹോമിയോക്കാരുടെ ഒരു മരുന്നുണ്ട്, ചിന ഈസ് ഫ്രം സിങ്കോണ. പക്ഷേ എനിക്കറിയില്ല അവരെവിടെ നിന്നാണ് ചിന ഉണ്ടാക്കുന്നത്, സിങ്കോണ ഉണ്ടാക്കുന്നതെന്ന്. കാരണം അവർക്ക് തിരിച്ചു കൊടുക്കുക, ആയുർവേദിക്കാർക്ക് തിരിച്ചു കൊടുക്കുക, അലോപ്പതിക്കാർക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കും ഒറിജിനൽ പ്ലാന്റ്. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു, മനുഷ്യർക്ക് വേണ്ടി സിങ്കോണയെ സൃഷ്ടിച്ചു എന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു, മനുഷ്യർക്ക് വേണ്ടി കൊയ്ന മരത്തെ സൃഷ്ടിച്ചു. ഇതുപോലെ നമ്മുടെ കോഴിക്ക് ഈ ഒരു സെൻറ്റല്ല ഏഷ്യാറ്റിക്ക, കുടകൻ, ഒരുമാതിരിപ്പെട്ട എന്ത് അസുഖം വന്നു കഴിഞ്ഞാൽ അതിനത് മതി. ഇപ്പോൾ ദൈവം ഏതാണ്ട് ഓരോരോ ജീവികളെ സൃഷ്ടിച്ചിട്ട് അതിന് ഓരോരോ മരങ്ങളെ സൃഷ്ടിച്ച പോലെ തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ കൊറോണ പിടിച്ചവർക്ക് ഇതിൻ്റെ ഗുളിക രാവിലെ വൈകുന്നേരം ഓരോ ഗുളിക കൊടുത്തിട്ട് രാവിലെ ഇച്ചിരി ദശമൂലാരിഷ്ടവും വൈകുന്നേരം ഇച്ചിരി ചവനപ്രാശം കൂടെ കൊടുത്താൽ 99% പേര് ഏറ്റുപോരും. കാരണം അവരുടെ ശ്വാസം ഇതിലേക്ക് ഡെവലപ്പ് ചെയ്യില്ല. ഇത് നമ്മുടെ മിക്കവാറും ലങ്സിലേക്ക് കഴിഞ്ഞിട്ട് ന്യൂമോണിയ ഡെവലപ്പ് ചെയ്തിട്ടാണല്ലോ അമ്പിളി ഫാത്തിമ ഉൾപ്പെടെ എല്ലാവരും മരിച്ചത്. ന്യൂമോണിയയിലേക്കുള്ള ഡെവലപ്മെൻറ്റാണ് പല അസുഖം പിടിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളവരുടെ മരണത്തിലേക്ക് നയിക്കുന്നത് ന്യൂമോണിയയിലേക്കാണ്. അപ്പോൾ ഈ ന്യൂമോണിയ പിടിക്കുന്നത് ബാക്ടീരിയയാണ്. അപ്പോൾ ഈ ബാക്ടീരിയനെ കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് മരുന്നാണ്. പിന്നെ മുറിവുകൾക്ക് വരെ ഇത് ഉപയോഗിച്ചിരുന്നു. കാരണം ഇത് ആൻറ്റി വൈറൽ, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ. അപ്പോൾ അതുകൊണ്ട് ഇത് മുറിവുകൾക്ക് ഉപയോഗിച്ചിരുന്നു. പിന്നെ നമ്മൾ ഇത് റെഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പശുവിൻ്റെ, ആടിൻ്റെ പല മാരകമായ രോഗങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചതായിട്ടും നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സിങ്കോണ എന്നത് നമുക്ക് ഭാവിയിലേക്കൊരു പ്രതീക്ഷയൊക്കെ വകയുണ്ട്. അന്ന് വെബിനാറിൽ PJ ജോസഫ് സാറിനോട് പ്രത്യേകം പറഞ്ഞു ആ പീരുമേട്ടിലെ 10 ഏക്കറെങ്കിലും നമുക്ക് തിരിച്ചു പിടിക്കണം. അപ്പോൾ ഇപ്പോൾ ഞങ്ങളത് നോക്കിയപ്പോൾ അവിടെ അക്കേഷ്യ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു, പിന്നെ യൂക്കാലി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അക്കേഷ്യ യൂക്കാലിയും വെട്ടിക്കളയാനൊരു തീരുമാനം തന്നെ ഗവൺമെൻറ് എടുത്തിരിക്കുക. കാരണം വനത്തിൽ അക്കേഷ്യയും യൂക്കാലിയും വേണ്ട, മറ്റു മരങ്ങളൊക്കെ വയ്ക്കാമല്ലോ. അപ്പോൾ ആ സ്ഥാനത്ത് കൊയ്നയുടെ പ്ലാന്റേഷൻസ് വേറെ ഒരു 100 ഏക്കർ അല്ലെങ്കിൽ 500 ഏക്കർ, ബ്രിട്ടീഷുകാർ 1,00,000 ഏക്കർ സ്ഥാനത്ത് കേരളത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 50,000 ഏക്കറിലൊക്കെ കൃഷി ചെയ്ത് ഈ സാധനം ഇന്നും അതിനുള്ള മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. കാരണം ഇന്ന് വരെ പ്ലാൻ മെഡിസിൻ്റെ ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ട് നിരോധിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. എനിക്ക് ഉള്ളൊരു ചോദ്യം, ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ വളരെ താല്പര്യത്തോടുകൂടി വെച്ച് പിടിപ്പിച്ച ഈ പ്ലാന്റ് ഇത് ഇത്രമാത്രം വംശനാശം വരാനുള്ള കാരണം എന്താണ്? ഇനിയും അതിനെ റിവൈവ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ, വെച്ച് പിടിപ്പിച്ച് കൊണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതിനെ മരുന്നാക്കി ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ ഇത് നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള സാധ്യതകളുണ്ടോ? നമുക്ക് ആയുർവേദത്തിലും എല്ലാത്തിലും എപ്പോഴും നമുക്കൊരു ശ്രമമുണ്ട്, എന്തെങ്കിലും കള്ളത്തരം ഷോർട്ട് കട്ട്. പഠിക്കുന്ന കാര്യത്തിൽ തന്നെ ഷോർട്ട് കട്ടുണ്ട്. ഇത് ശരിക്കും ആർട്ടിമിസിയ എന്ന് പറഞ്ഞൊരു കള്ളച്ചെടിയിലേക്ക് മാറി. അങ്ങനെ ഒരു ചെറിയ മണോ മറ്റുണ്ട്, അത്രേ ഉള്ളൂ. പെട്ടെന്ന് വളർത്താൻ ചുമ്മാ വെട്ടിയെടുത്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ആർട്ടിമിസിയ. അതോടുകൂടി ഇതിൻ്റെ ഒരു ഈ കാരണം ഒരു 5-6 ഏക്കർ 8-10 ഏക്കർ വെട്ടി അതിൻ്റെ തൊലിയെടുത്തു, വീണ്ടും 8-10 ഏക്കർ വെട്ടി അങ്ങനെ തൊലിയെടുത്തു. അങ്ങനെ 1,00,000 ഏക്കറോളം അവിടെ ഊട്ടി തന്നെ ഉണ്ടായിരുന്നു, ഡാർജിലിങ്ങിലുണ്ടായിരുന്നു അന്നത്തെ. അപ്പോൾ നശിച്ചു പോകുന്ന കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പിന്നെ അത് തേയിലത്തോട്ടത്തിലേക്കൊക്കെ മാറി. എങ്കിലും അവിടെ ഊട്ടി, ദൊതബേട്ട, നടുവട്ടത്ത് ഫാക്ടറി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് വെക്കേഷൻ്റെ TBJRIക്കാർക്കും ഞങ്ങൾ ഒന്നിച്ച്
ഞങ്ങൾ വെച്ചാൽ സി എംമാരുടെ ഒരു പ്രത്യേകത എല്ലാവരെയും സഹകരിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല, എല്ലാവരെയും സഹകരിപ്പിച്ച് പോവുക. അതുപോലെ ഇന്ത്യൻ വനഗവേഷണ കേന്ദ്രം കോയമ്പത്തൂർ, അപ്പോൾ അവരും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പി ജെ ജോസഫ് സാറിൻ്റെ ഗാന്ധിജി സ്റ്റഡി സെൻറ്റർ, അവിടെ തീർച്ചയായിട്ടും പലയിടത്തായിട്ട് മരങ്ങളുണ്ട്. അവിടുത്തെ 30 വർഷത്തോളം മുമ്പ് ബെസേലിയസ് കോളേജിലെ പ്രൊഫസർ ഓമന ഫിലിപ്പ്, എൻ്റെ MSc MPhil PhD പ്രൊഫസർ PM മാത്യു സാറ്, അപ്പോൾ ഇവർ ഒന്നിച്ച് അവിടെ മിയോസിസ്, അതിൻ്റെ മൊട്ടൊക്കെ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ക്രോമസോം സ്റ്റഡിയും ഇതിൻ്റെ എല്ലാം ചെയ്തതിൻ്റെ പേപ്പറാണ് നമ്മുടെ ആദ്യത്തെ പേപ്പർ. നമ്മുടെ അബ്സ്ട്രാക്റ്റ് ബുക്കിലെ ആദ്യത്തെ പേപ്പർ തന്നെ അത് തന്നെയാണ്. പിന്നെ എക്കണോമിക് ആസ്പെക്ട്സ് ചോദിച്ചിരുന്നല്ലോ, ഇതിൻ്റെ ഫൈറ്റോകെമിക്കൽ ആസ്പെക്റ്റ്, ഫൈറ്റോകെമിസ്ട്രി മീൻസ് ഇപ്പോൾ ഈ ഇതിൻ്റെ ഓരോന്നിൻ്റെ സ്ട്രക്ചർ സഹിതം, അപ്പോൾ അതിൻ്റെ ഈ ബുക്കിനകത്ത് അതിൻ്റെ സ്ട്രക്ചറൊക്കെ സഹിതമുണ്ട്. അടുത്ത ഒരു ചോദ്യം വന്നത് അതിൻ്റെ എക്കണോമിക് ആസ്പെക്ട്സ്, അതാണ് ഇന്ന് അറിയേണ്ടത്. സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും അന്ന് ഇതിനായിരുന്നു വില. അന്ന് പല രാജ്യങ്ങളും തമ്മിൽ യുദ്ധത്തിന് തന്നെ സിങ്കോണ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ലോകം മുഴുവൻ മലേറിയ പിടിച്ചു കിടന്ന ആ കാലഘട്ടത്തിൽ മനുഷ്യരെ രക്ഷിച്ചതാണ്. നമ്മുടെ പോലും ഒന്ന് കാരണവന്മാരോടൊന്ന് ചോദിച്ച് നോക്കിയാൽ ഒരു 10-12 മക്കളുണ്ടായി, 2-3 ഉള്ളൂ. എന്താ കാരണം? ആ 2-3 ഉണ്ടാകാൻ കാരണം കൊയിന മരുന്നായിരിക്കും. കാരണം അവരൊക്കെ ഒത്തിരി പേര് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ സോ ഇത് അതിൻ്റെ ഭാവിയിലേക്കുള്ള ഒരു എക്കണോമിക് ആസ്പെക്ട്സ് ഒത്തിരി വലുതാണ്. സാർ വളരെ തിരക്കിട്ട ഒരു ജീവിതമുള്ള ആളാണ്. കാര്യം കോളേജിലെ പഠിപ്പിക്കൽ, പിന്നെ സാമൂഹിക സേവന പ്രവർത്തന രംഗങ്ങൾ, ഗവേഷണം, സാറിൻ്റെ തന്നെ കീഴിലെ ഗവേഷക വിദ്യാർത്ഥികൾ, ഈ തിരക്കൊക്കെ ഇന്നിടയിൽ സാറിനെ സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും സാറിൻ്റെ കുടുംബമായിരിക്കും. സാറിൻ്റെ കുടുംബത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഒന്ന് സംസാരിക്കാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ, അവൾ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ തന്നെയായിരുന്നു. മക്കൾ 3 പേരാണ്. മൂത്ത മോൾ മരിയ, അവൾ BTech മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞിട്ട് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ MSc MPhil PhD പഠിച്ച അവിടെ തന്നെ ക്യാമ്പസിൽ. രണ്ടാമത്തെ ആൾ മീര, അവൾ തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS 4ാം വർഷം പഠിക്കുന്നു. മോന് ചാക്കോ, അവന് 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ സദ്യയൊന്നും ഇല്ലെങ്കിലും മക്കൾ എന്നേക്കാൾ മിടുക്കരാണ്. വളരെ ഈ സംഭാഷണം വളരെ നിൽക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. കാര്യം ഒരുപാട് കാര്യങ്ങൾ സാറിൻ്റെ നിന്ന് അറിയാനുണ്ട്. സാറ് അറിവിൻ്റെ ഒരു ഭണ്ഡാരം തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ സാറിൻ്റെ തിരക്കിട്ട ഈ സമയം, കുറച്ച് സമയം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി വലിയ ഒരു സാറിൻ്റെ അറിവിൻ്റെ മേഖല ഞങ്ങൾക്ക് പകർന്നു തന്നതിന് വേൾഡ് ടു വേൾഡ് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിൽ സാറിനുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി. ഭൂമിയിൽ എല്ലാവർക്കും ഒരു നേരം ഭക്ഷണവും ഇച്ചിരി അത്യാവശ്യ വസ്ത്രവും ഒരു കുഞ്ഞ് കടപ്പിടം ഉണ്ടാകുന്ന ഒരു കാലം സ്വപ്നം കണ്ടുകൊണ്ട് ഞാനും നന്ദി പറയുന്നു. നന്ദി സാർ.